പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഭൗതികവും ആത്മീയവുമായി രോഗാണുക്കൾ നൃത്തമാടുന്ന, മനുഷ്യന്റെ ശരീരവും ആത്മാവും തകരുന്ന അപകടത്തിന്റെ പരീക്ഷണ തീച്ചൂളയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും, എന്ത് കേട്ടാലും, എങ്ങോട്ട് പോയാലും സ്വാസ്ഥ്യത നഷ്ടപ്പെടുന്ന പേക്കൂത്തുകളും ആഡംബരങ്ങളും ആർഭാടവും നാടൊട്ടുക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പണമുള്ളവന് അവരുടെ പണം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ആരോഗ്യമുള്ളവർക്ക് അവരുടെ ആരോഗ്യം കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയില്ല. യുവാക്കൾക്ക് അവരുടെ യുവത്വ പ്രസരിപ്പ് കൊണ്ട് ദീനിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. അങ്ങനെ ഭുജിച്ചും ഭോഗിച്ചും രസിച്ചും ചിരിച്ചും കളിച്ചും മതിച്ചും ഈമാൻ മരവിച്ചുകൊണ്ട് ചലിക്കുന്ന മയ്യിത്തുകളായി ഈ ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഉറൂസുകളും ഗതകാല മഹാന്മാർ സമൂഹമധ്യേ സ്ഥാപിച്ച പ്രതാപങ്ങളിലേക്കും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സമയത്ത് നമുക്കിതെല്ലാം വരദാനമായി നൽകിയ അള്ളാഹുവിനെ ഒന്ന് ഓർക്കേണ്ടതാണ്. നാമും അള്ളാഹും തമ്മിലുള്ള ബന്ധം അകലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ വിലപ്പെട്ട കനപ്പെട്ട സമ്മാനമാണ് അവന്റെ അഷ്റഫായ മുഹമ്മദ് മുസ്തഫ. പോരാ, ഒന്ന് ഉറക്ക സ്വലാത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ ലോകവും പരലോകവും നമുക്ക് പ്രകാശിക്കുന്നത് ഒരേ നേതാവിലൂടെയാണ്. ദുനിയാവും ആഖിറവും നമുക്ക് ഇസ്സത്താകുന്നത് ഒരേ നേതാവിലൂടെയാണ്. എന്നോട് സംഘാടകർ അല്ലാഹുവിന്റെ റസൂലിനെ ഒരൽപ്പസമയം പറയണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറഞ്ഞ സമയം മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ച് മൊബൈലെല്ലാം സൈലന്റ് ആക്കി, കൽബാകുന്ന മൊബൈൽ ഓണാക്കി എന്റെ കൂടെ മദീനയിലേക്ക് അണയാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയിൽ നിന്ന് പ്രകാശം സ്വാംശീകരിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി ചെറിയ ചില വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ സദസ്സിൽ നിന്ന് ഇന്നിന്റെ രാത്രിയിൽ പിരിയാം. എല്ലാവരും അതവോടുകൂടെ ഒരു 3 സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم أرحم الراحمين يا الملك الجبار يا الله. വൈകിയാണ് പ്രഭാഷണത്തിന് പ്രാരംഭം കുറിച്ചതെങ്കിലും എന്നിട്ടും സാഗൂതം ക്ഷമിച്ച് ബദ്ധശ്രദ്ധരായി സദസ്സിലിരിക്കുന്ന ശ്രോതാക്കളെ, അല്ലാഹുവേ, ചെറുപ്പക്കാരെ, കുട്ടികളെ, പ്രായമുള്ളവരെ, ഉലമാഇനെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹ് ഈ സദസ്സിൽ ഇരുന്നു എന്ന ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്.
പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. പടച്ചവനെ, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആകസ്മിക നിര്യാണത്തിൽ നിന്ന്, ശത്രുക്കളുടെ വഞ്ചനകളിൽ നിന്ന്, അസൂയക്കാരുടെ മുന്നേറ്റങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ വബിഹഖി ഹാദൽ വലിയിൽ അദീം. റജബിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. ഞാൻ റജബിന്റെ മഹത്വമൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ റജബ് എന്നത് അതിന്റെ ആദ്യത്തെ അക്ഷരം റാ ആണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അറബ് അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഈ റാ എന്ന അക്ഷരമാണ്. നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ഇബാദത്തിലല്ല, അള്ളാന്റെ റഹ്മത്തിലാണ്. റജബ് എന്നതിലെ റാ അള്ളാന്റെ റഹ്മത്തിലേക്ക് സൂചനയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റഹ്മത്ത് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. ആ റഹ്മത്ത് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു അവന്റെ ഔദാര്യം നമുക്ക് കോരിച്ചൊരിഞ്ഞു തരട്ടെ. എന്താ നിങ്ങൾ ആമീനൊന്നും കുറച്ച് ആവേശത്തിലല്ലാത്തത്? അള്ളാഹു അവന്റെ ഔദാര്യം നമുക്ക് കോരിച്ചൊരിഞ്ഞു തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, ബിൻ നബിയിൽ മുസ്തഫ, മുസ്തഫ നബിയുടെ സ്നേഹത്തിന്റെ മടിത്തട്ടിൽ ചെയ്യാൽ അള്ളാന്റെ റസൂല് ഖൽബിലങ്ങ് ജീവിക്കാൻ തുടങ്ങിയ ഇന്ന ബൈതന്നത സാകിനുഹു ലൈസ മുഅ്താജന ഇലാ സുറൂജി وجهك والله حجتنا يوم يأتي الناس بالهجج صل رب العالمين على سيد الكونين وسروجي إن بيتا ഏതൊരു കൽബാണ്, ഇന്ന ബൈതൻ ഏതൊരു കൽബാണ്, അന്താ തങ്ങൾ സാക്കിനുഹോ ആ കൽബിന്റെ അകത്ത് ജീവിച്ചിരുന്ന ലൈസ കൽബിന്റെ ഉടമയല്ല, മുഹ്താജൻ ഇല സുറുജി അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗദർശികളെ തെരഞ്ഞു നടക്കേണ്ട തേവയില്ല. അവനുള്ള മാർഗദർശനവും അവനുള്ള ആന്തരിക കൂവത്തും അവനുള്ള പ്രകാശധാരയും അവനുള്ള ആന്തരിക ഹെൽത്തും അവനുള്ള തൗഹീദിന്റെ രാജപാതയിൽ പതറാത്ത പാദവുമായി അക്ഷീണം മുന്നോട്ട് പോകാനുള്ള ഹൃദയത്തിന്റെ സ്വത്തും സത്തും വിത്തുമെല്ലാം കിട്ടുന്ന ഇടമല്ലയോ മദീന. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് വലയും പോലെ ഈമാനുള്ളവന്റെ മനസ്സ് മദീനയിലേക്ക് വലയുന്നതാണ്, ചുരുളുന്നതാണ്, ചാഞ്ചാടുന്നതാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരുന്ന് മാണിക്കോത്ത് ഉറൂസിലെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന സ്വർഗീയ ഭൂമികയായ വൈജ്ഞാനിക ഉദ്യാനത്തിൽ നിന്ന് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിലേക്ക് അതരങ്ങളിൽ നിന്ന് ഇഷ്കിന്റെയും മഹബത്തിന്റെയോ അക്ഷരവീജികളിലൊന്ന് പ്രിയപ്പെട്ടവരെ മുദ്രാവാക്യമായി തൊടുത്തു വിടണേ. നമുക്ക് നമ്മുടെ കെട്ടിയവളേക്കാൾ, നമ്മുടെ കുട്ടികളെക്കാൾ, നമ്മുടെ ഉറ്റവരേക്കാൾ, നമ്മുടെ ഉടയവരേക്കാൾ, നമ്മുടെ അവയവങ്ങളെക്കാൾ, നമ്മുടെ കൽബിനേക്കാൾ, നമ്മുടെ ഹാർട്ടിനേക്കാൾ, നമ്മുടെ ജീവനേക്കാൾ ഇഷ്ടപ്പെടണേ. മദീനയുടെ പൂനിലാവായ മഹബത്തിന്റെ തറവാടായ ഇഷ്കിന്റെ കേദാരമായ അനുഗ്രഹത്തിന്റെ ആരവമായ വിജ്ഞാനത്തിന്റെ നിറകുടമായ അലിവിന്റെ മനുഷ്യരൂപമായ കൃപയുടെ വ്യാഖ്യാനമായ മഹത്വത്തിന്റെ ഔന്നത്യത്തിന്റെ വിളംബരമായ അല്ലാഹുവിന്റെ മുത്തായ ലോകത്തിന്റെ സത്തായ മുഹമ്മദ് മുസ്തഫ النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة
കുല്ലു മൻ സല്ല അല്ലാഹ് 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉള്ളോരെന്ന ആവേശത്തിൽ സലാത്തല്ലേ, ഉള്ളോരെന്ന ആവേശത്തില്. എന്തിനാണ് വാഴ കേൾക്കാൻ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഒക്കെ തെറിച്ച് നിൽക്കണം. എന്തിനാന്ന് എനിക്ക് മനസ്സിലാകണില്ല. എന്തിനാണത് തെറിച്ച് നിൽക്കണത്? കുറെ പള്ളിയില്, കുറെ റോഡില്, കുറെ അപ്പുറത്തെ തറമ്മല്. ഇത് എന്തിനാന്ന് എനിക്ക്. ഇവിടെ ഇപ്പോ ചോറ് വിളമ്പുണ്ടെങ്കിൽ എല്ലാരും ഇവിടെ ഉണ്ടാവും. ഇവിടെ ചെമ്പ് വെച്ചിക്കണമെങ്കിൽ ആരും അതിൻ്റെ ഉള്ളിലൊന്നും പോയിരിക്കൂല. ഇവിടെ ഉണ്ടാവും എല്ലാവരും. കാരണം വിളമ്പിയ ഉടനെ കിട്ടാൻ. അത്ര മധുഹില്ലേ, അത്രയൊന്നും ഗൗരവം മധുവിനില്ലേ. എല്ലാരും നിങ്ങളോടല്ല ഞാന് തെറിച്ച് പുറത്തേക്കണവരോടാണ് പറഞ്ഞേ. എന്നാ കസാര എടുത്ത് എല്ലാരും കൂടി ഒന്ന് മുന്നിക്ക് വരും. എന്നാ പിന്നെ കുറച്ചും കൂടിയാ ഒന്നങ്ങോട്ട് ചേർന്നിരിക്കും. ഉള്ളവര് ബാക്കിലൊന്നും ഇരുന്നോളൂ. ആ മുകളിൽ കയറി ഇരിക്കണ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ, പ്രായമുള്ളവരല്ല, താഴത്തേക്ക് ഇറങ്ങിയിരിക്കും. മുകളിൽ കയറി ഇരിക്കണ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങിയിരിക്കും. പ്രായമുള്ളവരോടോ രോഗികളോടല്ല, ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ. ഞാൻ വളരെ പെട്ടെന്ന് നിർത്തും. അത് നന്നായി ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം. എന്തില്ല പറഞ്ഞപ്പോഴേ കഥവുണ്ട്. ചെറുപ്പക്കാരടക്കം എല്ലാരും ഇറങ്ങിയിരിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നിപ്പോ സൂറത്തുൽ കഹ്ഫ് ഓതിയ ആളുകളായിരിക്കുമല്ലോ നിങ്ങളൊക്കെ. സൂറത്തുൽ കഹ്ഫില് വാല് നീണ്ട 4 കാലുള്ള നായയെ കുറിച്ച് ചർച്ച ഉണ്ട്. വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും എന്നാ ഖുർആൻ പറഞ്ഞേന്. അവർ 7 ആളുകളാണ്. അവരിൽ 8ാമത്തത് കൽബുഹും, അവരുടെ നായയാണ്. ആ ഭാഷക്ക് അത്ഭുതമാണ്. സത്യത്തിൽ അവരെ 7 ആളുകളെ നായല്ലത്, ഒരാളെ നായയാണ്. അപ്പൊ കൽബു അഹദിഹിം എന്നാ പറയണ്ടേ, പക്ഷെ കൽബുഹു എന്നാ പറഞ്ഞു. അത്ഭുതം. കാരണം എല്ലാരും കൂടെ ഷെയറുള്ള നായല്ലത്. ഒരഭിപ്രായത്തിൽ അവരെ കൂട്ടത്തിൽ ഒരു കർഷകനുണ്ട്, അയാളെ നായൻ. അങ്ങനെയുണ്ടെങ്കിൽ അയാളെ നായ എന്നല്ല പറയണ്ടേ. ഖുർആൻ പറഞ്ഞത് കൽബുഹും, അവരുടെ നായ. വസാമിനുഹും, അവരിൽ 8ാമത്തത്. സുബ്ഹാനല്ലാഹ്. ഈ 2 പ്രയോഗം മതി. അവരിൽ 8ാമത്തത്, അവരുടെ നായ. എന്താ നായന്റെ പ്രത്യേകത? 7 ചെറുപ്പക്കാർ. അവർ നുബുവത്തുള്ളവരാണോ? അല്ല. റിസാലത്തുള്ളവരാണോ? അല്ല. വലിയ ആലിമീങ്ങളാണോ? അല്ല. കാലങ്ങളേറെ ഇബാദത്ത് ചെയ്തവരാണോ? അല്ല. ഒരു സുപ്രഭാതത്തിൽ പടച്ചോന് വലിയ സ്ഥാനമാണ് കൊടുത്തത്. അവിടുത്തെ കൾച്ചർ എങ്ങനെയായിരുന്നു? അവര് സടകുടഞ്ഞെഴുന്നേറ്റ് ആൺകുട്ടികളെ പോലെ വർത്താനം പറഞ്ഞ കാരണത്താൽ അള്ളാഹു വലിയ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തി. ഈ 7 ചെറുപ്പക്കാരെ സ്നേഹിച്ചിട്ട് പിന്നാലെ വാല് നീണ്ട 4 കാലുള്ള ഒരു നായ കൂടി. ഇവര് ചോദിച്ചു, നീ എന്തിനാ ഞങ്ങളെ പിറകെ കൂടുന്നത്? നായ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്. നിങ്ങൾ അള്ളാന്റെ ആളുകളല്ലേ, അള്ളാന്റെ ആളുകളെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അള്ളാന്റെ ആളുകളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പടച്ചവൻ ഇഷ്ടപ്പെട്ട പടച്ചവന്റെ ആളുകളെ കൽബോണ്ട് സ്നേഹിച്ച കാരണത്താൽ 4 കാലുള്ള വാല് നീണ്ട തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണോ എന്ന് മസ്അലയുള്ള നായ നാളെ ആടിന്റെ രൂപത്തിലായി സ്വർഗത്തിൽ കടക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയോ. അപ്പോ ഒരു നായ അള്ള ബഹുമാനിച്ചോ എന്ന് മനസ്സിലാക്കിയ 7 ആളുകളെ നെഞ്ചിൽ വഹിച്ചുകൊണ്ട് പിന്നാലെ കൂടിയ കാരണത്താൽ ഈ നായ സ്വർഗത്ത് പോയാല് അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട അവന്റെ ഇഷ്ടഭാരനങ്ങളിൽ അഷ്റഫായ, അക്രമായ, അത്വയബായ, അലമായ, അത്ഖയായ, അസിയനായ, അൻവറായ, ഷഫീആയ, മുഖ്താറായ, മുജ്തബയായ, മുസ്തഫയായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബിനെ സ്നേഹിച്ച് സ്വലാത്തും മധുവുമായി പിന്നാലെ കൂടിയാൽ നമ്മളിപ്പോ ഏതായാലും നായ്ക്കളല്ലല്ലോ. ആരാ വാലുണ്ടോന്ന് തപ്പി വെക്കണ ബാക്കില്? അല്ലല്ലോ. നമ്മളേതായാലും നായ്ക്കളല്ല.
7 ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് ഒരു നായ സ്വർഗത്ത് പോയാല് മുത്തു മുസ്തഫാനെ സ്നേഹിച്ചാൽ ഉമ്മത്ത് സ്വർഗത്ത് പോകുന്ന സംശയമില്ല. അതുകൊണ്ട് സലാത്ത് എല്ലിട്ട് അടിച്ചു കയറിക്കോളി ഈ സദസ്സിൽ. ചൊല്ലിക്കോളി. എന്താ നിങ്ങൾ എന്താ ചൊല്ലാത്തത് എന്നപ്പോ എനിക്ക് എപ്പോഴും സംശയം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലഘട്ടത്തിന്റെ ബലാകളിൽ നിന്ന്, ഭീഷണിയിൽ നിന്ന്, ഏഷണിയിൽ നിന്ന്, പരിഹാസങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരനുഭവങ്ങളിൽ നിന്ന്, പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശത്രുകിങ്കരന്മാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന്, ക്യാൻസറിൽ നിന്ന്, അറ്റാക്കിൽ നിന്ന്, സ്ട്രോക്കിൽ നിന്ന്, പന്നിപ്പനി, പക്ഷിപ്പനി, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഇന്നും മദീനയിൽ പോയാൽ കാണാം, മദീനക്കാരല്ല, ചിലർ സിറിയയിൽ നിന്ന് വന്നവരാണ്, ചിലർ മിസ്റിൽ നിന്ന് വന്നവരാണ്, ചിലർ ബഹ്റൈനിൽ നിന്ന് വന്നവരാണ്, ചിലർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. അഫ്ഗാനികളെയും കാണാം, ഇറാഖുകാരെയും ഇറാനികളെയും കാണാം. മദീന പള്ളിയിൽ മണിക്കൂറുകൾ ഇരുന്ന് മുത്തുനബിക്ക് സ്വലാത്ത് സലാമുകൾ ചൊല്ലി വിശുദ്ധമായ ഖുർആൻ ഓതി ഇരിക്കുന്ന 90 പിന്നിട്ട പ്രായമുള്ളവരെ പോലും കാണാം. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് വിടവാങ്ങിയിട്ട് പരിശുദ്ധമായ ഹുജറത്തു ശരീഫയിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഇല്ലാത്ത, ഒരു സ്തൂപമില്ലാത്ത, ഒരു പ്രതിഷ്ഠയില്ലാത്ത, ഒരു രൂപമില്ലാത്ത ആൾക്ക് വേണ്ടി ഉമ്മത്തിലെ കോടാനക്കോടികൾ കരയാൻ തുടങ്ങിയിട്ട് കൊല്ലം 1500 ആയില്ലേ. ഈ രാത്രിയിലും അബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരക്കല്ലേ. ഈ രാത്രിയിലും മുത്തിന്റെ പവിത്ര ഹദ്റത്തില് കരഞ്ഞ കണ്ണുനീരുകളല്ലേ. റസൂലുള്ളാഹിന്റെ വിയോഗാനന്തരോ കരച്ചിൽ ഉദ്ഘാടനം ചെയ്തത് സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് അല്ലേ. വഫാത്തായി കിടക്കുന്ന മുത്തുനബിയുടെ അരികിലേക്ക് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട പ്രകാശമയമായ സുഗന്ധഭരിതമായ പൂമുഖത്ത് ആ കവളിൽ മൂക്ക് വെച്ച് മുത്തം കൊടുത്തുകൊണ്ട് സിദ്ദീഖ് എന്നവർ പൊട്ടിക്കരഞ്ഞ് കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, തിബ്ത ഹയ്യൻ വ മയ്യിതൻ യാ റസൂലല്ലാഹ് മാ അത്യബക ഹയ്യൻ വ മയ്യിതൻ യാ റസൂലല്ലാഹ്. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണല്ലോ നബിയേ, വിയോഗാനന്തരവും സുഗന്ധമാണല്ലോ നബിയേ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരുന്നോ ഒരാളുടെ മരണം കാരണത്താൽ നിയന്ത്രണം വിട്ടുകൊണ്ട് കരയരുത് എന്ന്? അതെങ്ങാനും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ വിയോഗം സൃഷ്ടിച്ച മുറിവ് കാരണത്താൽ ഈ സിദ്ദീഖും എന്റെ സുഹൃത്തുക്കളും മനം പൊട്ടിക്കരയുന്ന കണ്ണുനീര് മദീനയിൽ കളകളാരവം മുഴക്കുന്ന അരുവിയായി മാറിയിരുന്നല്ലോ നബിയേ. അതിന് മാത്രം ഞങ്ങൾക്ക് വേദനയാണ് അങ്ങയുടെ വേർപാട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മൗത്തോട് കൂടി ഈ ഉമ്മത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് കരച്ചിലിന് ആരംഭം കുറിച്ചത് സയ്യിദുൽ ഔലിയാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ചെറുപ്പക്കാരെ, ഇതിനൊന്നും സമയമില്ലെങ്കിലേ പിന്നെ ഇനിയിപ്പോ എന്തിന് സമയം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതൊന്നും കേൾക്കാനും പഠിക്കാനും സലാത്തല്ലാനൊന്നും സമയമില്ലെങ്കിലേ ആരോഗ്യ മൃഗങ്ങളെ പോലെ തൊലച്ചിട്ട് ഒരു കാര്യമില്ല.
പണം ഉണ്ടാവുമ്പോ തോന്നിയാസം കാണിക്കുക, ആരോഗ്യം ഉണ്ടാവുമ്പോ തോന്നിയാസം കാണിക്കുക, ആരും ചോദിക്കാനില്ലാവുമ്പോ ആഡംബരം ദൂർത്തും കാണിക്കുക, എന്നിട്ട് അറ്റാക്ക് കുടിച്ച് മരിക്കുക, എന്നിട്ട് അതിന് തോണ്ടിയിടുക. എന്താ ഇപ്പൊ ജീവിതം? ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? നമ്മൾ പരിന്തിനെ പോലെ പാറാനുള്ളവരല്ല, തവളെ പോലെ വെള്ളത്തിലൂടെ നടക്കാനുള്ളവരല്ല, പാമ്പുകളെ പോലെ എഴഞ്ഞു പോവാനുള്ളവരല്ല. നമുക്കിവിടെ ഡ്യൂട്ടി ഉണ്ട്. നാളെ ഇവരോടൊക്കെ കൂനി തുറാബ എന്ന് പറഞ്ഞാൽ മണ്ണാകും. നമ്മളോട് തുറാബ എന്ന് പറയില്ല, കൂനു തുറാബ എന്ന് മനുഷ്യന്മാരോട് പറയില്ല. മനുഷ്യന്മാർ ആഗ്രഹിക്കും അവിടുന്ന്. يقول يا ليتني يقول الكافر يا ليتني كنت ترابا. അവിശ്വാസിയും തമ്മാടിയുമായ ആളുകള്, മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും കണ്ടാമൃഗങ്ങളോ നാളെ ഹിസാബില്ലാതെ മണ്ണായി പോകുക എന്ന പടച്ചവന്റെ കൽപ്പന കൊണ്ട് മണ്ണായി മാറുമ്പോ ഭൂമിയിൽ ഇരുകാലിയായി ജീവിച്ച മനുഷ്യന് നാളെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് തിന്മ കൂടിയിട്ട് പൊട്ടിപ്പോകുമെന്ന് ബേജാറ് അന്താളിപ്പങ്ങ് വരുമ്പോ ഒരു ചാൺ മുകളിലായി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ നേരെ ചുവട്ടിൽ നിന്ന് പതക്കുന്ന തലയോട്ടിയുമായി വെറുപ്പിന്റെ ഗംഗാനദിയിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യനും പറയുന്നതാണ് യഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. എനിക്കും ഒരു ആനയായാൽ മതിയായിരുന്നു, എനിക്കും ഒരു പന്നിയായാൽ മതിയായിരുന്നു, എനിക്കും ഒരു പട്ടിയായാൽ മതിയായിരുന്നു, എനിക്കും ഒരു പക്ഷിയായി മണ്ണായി പോയാൽ മതിയായിരുന്നു. മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടിട്ട് പടച്ചവന് വണങ്ങി വഴങ്ങി ജീവിത ജാഗ്രതയില് മരണം വരെ കഴിച്ചു കൂട്ടാത്തത് കൊണ്ട് ഭുജിച്ചും ഭോഗിച്ചും ഹവയുടെ ഇച്ഛയുടെ പുഴയിലായി മുങ്ങിക്കുളിച്ചതിന്റെ പേരില് പടച്ചവൻ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഉറപ്പ് വന്ന സമയത്ത് മനുഷ്യൻ പറയുകയാണ്, എനിക്ക് മണ്ണായി പോകുന്ന പന്നിയായാൽ മതിയായിരുന്നു. അതല്ല പറയേണ്ടത്, അതല്ല പറയേണ്ടത്. മുഖം പ്രസന്നമായി സ്വർഗത്തിന്റെ താക്കോല് കൈ കെട്ടിയിട്ട് മുത്തനബിന്റെ കൂടെ പാറിപ്പോകുന്ന ആളുകളാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് കുറഞ്ഞ സമയം നമുക്ക് മദീനയിലേക്കൊന്ന് യാത്ര ചെയ്യാം. കുറഞ്ഞ സമയം മദീനയെ നമുക്കൊന്ന് പുണരാ. ആ പ്രകാശധാര ഈസാ അലൈഹിസ്സലാമിനെ വധിക്കാൻ വന്ന സമയത്ത് പടച്ചവൻ ഉയർത്തിയത് ആകാശത്തേക്കാണ്. മുസ്തഫ നബിയെ വധിക്കാൻ വന്ന സമയത്ത് പടച്ചവൻ ആകാശത്തേക്ക് ഉയർത്തിയില്ല. ആകാശത്ത് സ്ഥലമില്ലാത്തത് കൊണ്ടല്ല. 100 ആളുകൾ കൂർത്ത വാളുകളുമായി വീട് വളഞ്ഞ സമയത്ത് ഈസാ അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയ പടച്ചവന് മുത്തനബിയെ ആകാശത്തേക്ക് ഉയർത്താതെ മദീനയിൽ കൊണ്ടുപോയി. ഇന്നിൽ തിയാ റീഹ സ്വബാ യൗമൻ ഇലാ അർളിൽ ഹറാ بلغ سلامي روضة فيها النبي المحترم أكبادنا مجروحة من سيف هجر المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا കാറ്റേ കാറ്റേ റൗളയിലായി ഈശുന്നരോ എത്തിക്കുമോ പാപിയമേനിൽ നിന്നൊരു അഭിമതന വചനങ്ങളായി ആത്മാവുകൾ നോവുകയാ ഒരുപാടിനാൽ യാ നബിയേ യജമാനരേ കൃപ ചെയ്യണേ യജമാനരേ കൃപ ചെയ്യണേ അല്ലാ 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 അല്ലാ. ഈ കിടക്കണ മഹാന്റെ കാന്തസന്താര്യങ്ങള് സ്വലാത്തും മഹബത്തുമാണ്, വേറൊന്നുമല്ല. അല്ലാതെ എങ്ങനെ ഉറൂസ് ഉണ്ടാവില്ല.
കാലങ്ങൾ കഴിഞ്ഞാലും മനുഷ്യന്മാരെ ഓർക്കുവോ? നമ്മൾ മരിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞാലും ആളുകൾ ഓർക്കണമെങ്കിൽ ഇൽമു അമലും ഇട്ടേച്ചു പോകണം. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി സ്മാരകം പണിയണം. ഇവർക്ക് വേണ്ടി ആളുകൾ സ്മാരകം പണിയണതിന് മുമ്പ് ഓല് സ്മാരകം പണിഞ്ഞു. ഇൽമാകുന്ന ഇഷ്ടിക കൊണ്ട് അമലാകുന്ന കുമായടിച്ചിട്ട് അവർ സ്മാരകം പണിഞ്ഞു. ഈ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ മഹാന്റെ പേരിൽ ദ്വാരക്കാൻ ആളുകൾ ഉണ്ടാവും. ഇതൊരു എഞ്ചിനീയർ ആണെങ്കിൽ ഇത്ര ആളുകൾ ഇവിടെ കൂടുവോ? ഇതൊരു പോലീസുകാരനാണെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കോ? ഇതൊരു മന്ത്രിയാണെങ്കിൽ മനുഷ്യന്മാര് പറയോ ഇത് റസൂലുള്ളാന്റെ ആളാണ്? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചോളി, ഇത് റസൂലുള്ളാന്റെ ആളാണ്. എത്ര പണം കയ്യിലുണ്ടായിട്ടും കാര്യമില്ല സുഹൃത്തെ. മൂക്കിൽ പഞ്ഞു വന്നാല് കഫം തുണിക്കാണ്ട് കയറിയാല് ജനങ്ങൾ മണ്ണ് വാരിയിട്ട് പോകും. പിന്നെ തിരിഞ്ഞു നോക്കൂല. നിന്നെ എന്നെയും പറയാൻ ഇവിടെ ആളുണ്ടാവൂല. ആര് പറഞ്ഞു? ആരുണ്ടാവൂല, ഒരു മനുഷ്യനുണ്ടാവൂല. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഉടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, കിടുകിൻ കണക്കിന് ആയുസ്സും തീർച്ച തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക്. തഞ്ചം നീ നോക്കുന്നോ പൊൻവീട്ടിലേക്ക്. ഉള്ള പണം മൊത്തം വീട്ടിൽ ചെലവഴിക്കുകയും ആഡംബരമാണ് ജീവിതത്തിന്റെ വിജയമെന്ന് മനസ്സിലാക്കുകയും തിന്നാനാണ് ജീവിക്കൽ എന്ന് തിരിച്ചറിവില്ലാതെ ധരിച്ചു പോവുകയും കൂത്താടാനാണ് ദുന്യാവ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആനകളെപ്പോലെ ചവിട്ടി മതിച്ചും പുലികളെപ്പോലെ കടിച്ചു കീറിയും പാമ്പുകളെപ്പോലെ വിഷമോതിയും തേളുകളെപ്പോലെ കുത്തിനോവിച്ചും പെരിച്ചാഴികളെപ്പോലെ ഉറക്കൊഴിച്ചും നടക്കല്ലേ ചെറുപ്പക്കാരാ. എന്നെയും നിന്നെയും സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്നൊരു നേതാവ് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കടന്നുകൊണ്ട് നമ്മുടെ സകലമാന അനക്ക അടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളും പടച്ചവൻ മുത്തുനബിക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടേ. ലോകത്തെ ഏറ്റവും വലിയ ലൈവ് പ്രോഗ്രാം നടക്കുന്നത് അത് മാണിക്കോത്ത് ഉറൂസിലല്ല, കാസർഗോഡല്ല, തളങ്കരയിലല്ല, അത് കുഞ്ഞിപ്പള്ളിയിലോ പാറപ്പള്ളിയിലോ അല്ല, കോഴിക്കോടോ മലപ്പുറം സമ്മേളനത്തിലോ അല്ല. ലോകത്ത് ഏറ്റവും വലിയ ലൈവ് പ്രോഗ്രാം നടക്കുന്നത് മദീനയിലാണ്. ഈ സദസ്സ് ഇപ്പൊ മുത്തനബി കാണും. എന്തുകൊണ്ട് കാണൂല? ഈ സദസ്സ് ഇപ്പൊ അമേരിക്കന്ന് കാണുന്ന ആൾക്കാരില്ലേ? എന്താ നിങ്ങൾ മിണ്ടാത്തതില്ലേ? അത് ശരി, ഇത് അള്ളാന്റെ പണിയല്ലേ? ഈ ദുനിയാവിൽ അള്ളാഹു താല ഈ സംവിധാനമൊക്കെ ചെയ്തു തരുമ്പോ മുത്തനബിക്ക് അള്ളാഹു താല മുത്തനബിന്റെ അനുയായികൾ ഒരുമിച്ച് കൂടിയിട്ട് മത് പറയുന്നതും സലാത്തില്ലെന്നതും ലൈവാറ്റി കേൾപ്പിക്കൂല, കാണിക്കൂല എന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസല്ലേ? തൂറദു അലയ്യ അഅമാലുക്കും ഇൻ റഅയ്തു ഫിഹാ ഖൈറൻ ഹമിദുല്ലാഹ വ ഇൻ റഅയ്തു ഗൈറ ദാലിക അസ്തഗ്ഫർതു ലക്കും മുഹമ്മദ് മുസ്തഫ. ഓടി ചെറുപ്പക്കാരാ, നീ എവിടെ വെച്ച് എന്ത് തമ്മാടിത്തരം ചെയ്താലും റബ്ബ് അറിയുന്നുണ്ട്. അതോടുകൂടി നമുക്ക് ജീവനേക്കാൾ ഇഷ്ടപ്പെടേണ്ട നമ്മുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ മുത്ത് മുഹമ്മദ് മുസ്തഫ അതറിയുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. കള്ളു കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ചൂത് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, പാസ്പാസുമായി പായുമ്പോൾ ശ്രദ്ധിച്ചോ, MDM ചുണ്ടിന്റെ പല്ലിന്റെ ഇടയിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചോ, പൂരപ്പറമ്പിൽ അടിയുണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചോ, വാടക കൊലയാളിയായി ഒളിവീശുമ്പോൾ ശ്രദ്ധിച്ചോ, ആരെയും പേടിയില്ലാതെ മസിലുമാട്ടിയിട്ട് തോന്നിയത് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ. മരണമുണ്ട് മോനെ, ആ മരണഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. മരിച്ച് മയ്യിത്തായി പോകുന്ന സമയത്ത് കദ്ദിമോനി എന്ന് പറഞ്ഞു പോകണമെങ്കിൽ മുത്തനബിയുടെ മുഹിബാകണേ, മുത്തനബിയുടെ മുത്തബിയാകണേ. അള്ളയും റസൂലും കൽബിൽ വേണേ. കൽബൊരു കഅബയാണ്. കഅബയുടെ ഉള്ളിൽ ഒരുപാട് ബിംബങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു. അത് മക്കം ഫതഹിന്റെ അന്നാണ് എടുത്തു നീക്കിയത്. അപ്പോഴാണ് മക്കം ഫതഹായത്. എന്നാൽ
എന്നാ നമ്മുടെ കൽബില് ഒരുപാട് ബിംബങ്ങളുണ്ട്. അത് ആർത്തിയുടെ ബിംബങ്ങളാണ്, കാമത്തിന്റെ ബിംബങ്ങളാണ്, വികാരത്തിന്റെ ബിംബങ്ങളാണ്, അന്യായമായ പ്രണയത്തിന്റെ ബിംബങ്ങളാണ്, അഹന്തയുടെ ബിംബങ്ങളാണ്, അലച്ചയുടെ ബിംബങ്ങളാണ്, അസൂയയുടെ ബിംബങ്ങളാണ്, ശത്രുതയുടെ ബിംബങ്ങളാണ്, പാരയുടെ ബിംബങ്ങളാണ്, പോരിന്റെ ബിംബങ്ങളാണ്, ഗുസ്തിയുടെ ബിംബങ്ങളാണ്, വികാരത്തിന്റെ ബിംബങ്ങളാണ്, ഹിർസിന്റെ ബിംബങ്ങളാണ്, ദുരഭിമാനത്തിന്റെ ബിംബങ്ങളാണ്. ഈ ബിംബങ്ങളെല്ലാം കൽബാകുന്ന കഅബയിൽ നിന്ന് എടുത്തു കളയുമ്പോഴേ കൽബിന് ഫത്ഹ് വരികയുള്ളൂ. അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക. അല്ലാഹു നമ്മുടെ കൽബുകൾ ശുദ്ധിയാക്കി തരട്ടെ ബിന്നബിയിൽ മുസ്തഫ. കാലഘട്ടത്തിന്റെ ചാപ്പല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമാനുഷികമായി സിദ്ധൌഷധം എക്കാലത്തും അത് മദ്ഹുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. ചൊല്ലിക്കോളൂ, മദ്ഹുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. ഹുബ്ബുൻ നബിയ്യി വമദ്ഉ ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇന്ദല്ലിലാഹി മുനഅമൻ തൻഈമാ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ. ഇത് പിടിച്ചോളി, ഇതിപ്പോ പിടിച്ചോളി. സഹാബാക്കളിൽ ചിലരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ചൊല്ലിയത് സ്വലാത്താണ്. ഞാൻ ഒന്നും കൂടി പറയാം. സഹാബാക്കളിൽ ചിലര് അഫ്ളൽ ദിക്റാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനേക്കാൾ കൂടിയത് ചൊല്ലിയത് സ്വലാത്താണ്. എന്തുകൊണ്ട്? സ്വലാത്ത് അധികരിപ്പിച്ചാൽ ലാസ്റ്റ് ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടും. അതതിന്റെ കണക്ക്. ഇതുണ്ടെങ്കിൽ അതുണ്ടാവും. സ്വലാത്ത് അധികരിപ്പിച്ച് നമുക്കിപ്പോ ലാസ്റ്റ് ശ്വാസ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടിയാ പോരെ. അത് സ്വലാത്ത് അധികരിപ്പിക്കുന്ന വ്യക്തിക്ക് കിട്ടും. കാരണം സ്വലാത്ത് അധികരിപ്പിച്ചവൻ നരകത്ത് പോകൂല. കഫീൽ മുഹമ്മദ് മുസ്തഫ. ഒരു സംശയം വേണ്ട. ഇത് റജബാണ്. നന്നായി സ്വലാത്ത് ചൊല്ലിക്കോളി. 7 സപ്താകാശത്തിന്റെ അപ്പുറത്ത് പോയി പട്ടം കെട്ടി മുത്തനബി താഴെ ഇറങ്ങിയിട്ട് നിസ്കാരാകുന്ന സമ്മാനം നമുക്ക് ഏൽപ്പിച്ച രാവ് അടങ്ങിയിട്ടുള്ള മാസമാണ്. അള്ളാഹു അവരെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ ഇമാമിന് ഷാഫി വഫാത്താദി മാസത്തിലാണ്. അബൂ ഹനീഫ തങ്ങൾ വഫാത്താദി മാസത്തിലാണ്. ഇമാം നബവി തങ്ങൾ വഫാത്താദി മാസത്തിലാണ്. ഇബ്നു ഹജർ ഹൈതമി വഫാത്താദി മാസത്തിലാണ്. അജ്മീർ ഖാജ സുൽത്താനുൽ ഹിന്ദ് അതാഉർ റസൂൽ വഫാത്താദി മാസത്തിലാണ്. റസൂലുള്ളാഹിന്റെ അമ്മായ അബ്ബാസ് തങ്ങൾ വഫാത്താദി മാസത്തിലാണ്. ഇബ്നു റിഫ തങ്ങൾ വഫാത്താദി മാസത്തിലാണ്. പോരാ, മുത്തുനബിയുടെ ജീവിതകാലത്ത് യമനിൽ ഖറനിൽ കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മയ്ക്ക് സമയം കൊടുക്കേണ്ട കാരണത്താൽ ഉമ്മ രോഗിണിയാണ്. ഉമ്മയെ ശുശ്രൂഷിക്കേണ്ട കാരണത്താൽ മുസ്തഫ നബിയുടെ പവിത്രമായ മുഖം കാണാൻ ആഗ്രഹമുണ്ടെങ്കിലോ കാണാൻ പോകാതെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് മുറിവായ കൽബുമായി യമനിൽ കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ ഇഷ്കിലായി രോഗമായി അല്ലാഹനെ സ്നേഹിച്ച് മെലിഞ്ഞ് സാഹിദായി വഫാത്തായ മഹാനായ ഉവൈസുൽ ഖറനി വഫാത്തായതും ഈ മാസത്തിലാണ്. നിനക്ക് വലിയ പാഠങ്ങളുണ്ട്. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസത്തിലാണ്. അവര് തങ്ങളെ കണ്ടിട്ടില്ല, ബാഹ്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവരെ കയ്യിന്റെ വിരലുമുള്ള
വെള്ളപ്പാണ്ടിന്റെ ശേഷിക്കുന്ന കൃത്യമായ അളവ് വരെ മദീനയിൽ ഇരുന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാന്റെ ആശിക്കുന്ന റസൂലുള്ള അറിയാതിരിക്കൂല. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് എന്താ ആഗ്രഹമില്ലേ? ഗിന്നസ് ബുക്കിൽ പേര് വന്നാ മതിയോ? യൂട്യൂബിൽ കയറിയാ മതിയോ? ഫേസ്ബുക്കിൽ ആളായ മതിയോ? മദീനയിൽ ആളാവണ്ടേ? മദീനയിൽ പേര് വീഴണ്ടേ? റസൂലുള്ളാന്റെ ഹൃദയത്തിൽ സ്വാധീനം വേണ്ടേ? അവിടുത്തെ അംഗീകാരം, മദീനയുടെ ലൈക്ക് കിട്ടണ്ടേ? വൈസുൽ ഖറനി മദീനയിൽ വന്നിട്ടില്ല, ലാഹിർ കണ്ണുകൊണ്ട് റസൂലുള്ളാനെ കണ്ടിട്ടില്ല. എന്നാലും മുത്തുനബി പറയുകയാണ്, ഇത് ഏതെങ്കിലും വാറോലയാന്ന് പറയണ്ട. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാന്റെ റസൂല് പേര് നിർണയിച്ച് പരിചയപ്പെടുത്തി സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പിൽ ഉവൈസ് വരുന്നതാണ് സഹാബാ. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയുകയാണ്, ഉമറേ, നിങ്ങൾ ഉവൈസിനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടണേ എന്ന് മഹാനരായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിനോട് മുത്തനബി പറഞ്ഞെങ്കിൽ മുത്തനബി ഉവൈസുൽ ഖറനിയെ നേരിട്ട് കണ്ടിട്ടില്ല. മദീനയിൽ മുത്തനബി ഭരണം നടത്തുന്ന കാലത്ത് ഉവൈസുൽ ഖറനി യമനിലെ ഖറനിൽ ജീവിക്കുന്ന ആളാണ്. അന്ന് മൊബൈലില്ല, അന്ന് യൂട്യൂബില്ല, അന്ന് ഇന്റർനെറ്റ് ഇല്ല, അന്ന് ലൈവ് പ്രോഗ്രാം ഇല്ല, അന്ന് ക്യാമറ കണ്ണുകളില്ല. പക്ഷേ കൃത്യമായി വ്യക്തമായി മദീനയിൽ നിന്ന് മുത്തുനബി ഉവൈസുൽ ഖറനിയെ ശരീരത്തിന്റെ അളവ് പോലും കളറ് പോലും ഹൈറ്റ് പോലും വെയിറ്റ് പോലും അറിഞ്ഞ് സ്വഹാബാക്കൾക്ക് അവരുടെ രൂപം പോലും പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാനെ ഖൽബിൽ കൊണ്ട് നടക്കുന്നവരെ റസൂലുള്ള അറിയാതിരിക്കൂല. റഹ്മാനായ റബ്ബേ, മുത്തനബിക്ക് പരിചയമുള്ള, മുത്തനബി ഇഷ്ടപ്പെടുന്ന, മുത്തനബി സ്വർഗത്തിലേക്ക് നയിക്കുന്ന മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മുത്തനബി ഒരു വിചാരമാണ്, മുത്തനബി ഒരു വികാരമാണ്, മുത്തനബി ഒരു പ്രസ്താവനയാണ്, മുത്തനബി ഒരു ലഹരിയാണ്, മുത്തനബി ആത്മാവിന്റെ അന്നമാണ്, മുത്തനബി റൂഹിന്റെ പായസമാണ്, മുത്തനബി ജീവിതത്തിന്റെ മധുരമാണ്, മുത്തനബി ഈമാനിന്റെ അഭിരുചിയാണ്, മുത്തനബി ഇഹപരലോകത്തിന്റെ പ്രതാപമാണ്, മുത്തനബി പാരത്രിക ലോകത്തിന്റെ പ്രതീക്ഷയാണ്, മുത്തനബി പ്രണയത്തിന്റെ തൂവൽ പക്ഷിയല്ലയോ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരിഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒറ്റ പോയിന്റ് പറഞ്ഞു ഞാൻ നിർത്തും. ഒറ്റ പോയിന്റ്. ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലിക്ക്. ഒരു 3 സലാത്ത്. اللهم صل على محمد يا رب صل عليه وسلم. ഓ എന്റെ യുവാക്കളെ, നിങ്ങളോടും എന്നോടും എനിക്ക് ആവർത്തിച്ചുകൊണ്ട് പറയാനുള്ളത്, പൊന്നുമോനെ, പൊന്നുമോളെ, ആരെ മറന്നാലും അഷ്റഫുൽ ഖൽഖിനെ മറക്കല്ലേ. എന്തേ? ജീവിതകാലത്ത് നമ്മെ ഓർത്ത് പാതിരാവിനെ പകലാക്കി സുജൂദിൽ കിടഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ബ്രഷ് എടുക്കുമ്പോൾ നമ്മൾ ഓർക്കും, ലൗലാ അന്ന ശുക്കാല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്.
ഇന്ദ കുല്ലി ഉളൂ. ഒരു ബ്രഷ് കയ്യിൽ കിട്ടുമ്പോൾ, മിസ്മാക്ക് കയ്യിലെടുക്കുമ്പോൾ ഉമ്മത്തിനോർക്കുന്ന ആളാണ്. മക്കം ഫതഹിന്റെ അന്ന് ഉമ്മത്തിനോർത്ത് കരഞ്ഞമാനാണ്. പോരാ, മിഅ്റാജിന്റെ രാത്രിയിൽ അർഹമുർ റഹീമിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹിനെ കണ്ടപാടെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് എന്ന് മുത്തനബി റസൂലുള്ളാഹ് അല്ലാഹുവിനോട് പറഞ്ഞ സമയത്ത് അല്ലാഹു മുത്തനബിയോട് തിരിച്ചു പറഞ്ഞില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ്. ഇപ്പോൾ അല്ലാഹുവിങ്കിൽ നിന്ന് മുത്തനബിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? ആ സമയത്ത് ഉമ്മമാരെ, പെങ്ങന്മാരെ, ഏതൊക്കെയോ നേതാക്കളെ തോളിലേറ്റ് നെഞ്ചിലേറ്റ് പട്ടാപ്പകലിലും പാതിരാത്രിയിലും മുദ്രാവാക്യം മുഴക്കി അവർക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്താൻ മടിയില്ലാത്ത എന്റെ പ്രിയപ്പെട്ട യുവാവേ, നീ മുദ്രാവാക്യം മുഴക്കിക്കോ, വിമർശിക്കുന്നില്ല. ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ എന്റെ വിഷയം അതല്ല. ഞാൻ പറയുന്നത് ഈ നേതാവിനെ മറക്കല്ല മോനെ. അല്ലാഹുവിന്റെ തിരുമുമ്പിൽ വെച്ച് മുസ്തഫ നബിക്ക് കൊടുക്കാനുള്ളതൊക്കെ പടച്ചവൻ കൊടുത്ത സമയത്ത് അവർണ്ണനീയമായ, അവാച്യമായ, അതിഗംഭീരമായ, ഭാവനക്കതീതമായ ആ ലിഖാഇന്റെ ലഹരിയില്ലേ, ആ സമയത്ത് പോലും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പടച്ചവന്റെ മുമ്പിൽ വെച്ച് ഉമ്മത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയ ലോകാത്ഭുതമേ നബിയുനാ റസൂലുള്ളാഹി. അത് മാത്രമാണോ മോനെ? അത് മാത്രമാണോ മോളെ? ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മുത്തുനബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നരകത്തിന് 7 കവാടങ്ങളാണ്. ആ 7 കവാടങ്ങളിലൂടെ നരകത്തിൽ പോകുന്നവരെ കുറിച്ച് പറയുകയാണ്. അതിൽ 6 കവാടങ്ങളിലൂടെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന കാരങ്കൂസുകൾ നിർഗുണ വിഭാഗത്ത് ജിബ്രീൽ അങ്ങ് പരിചയപ്പെടുത്തിയിട്ട് 7ാമത്തെ കവാടത്തിലൂടെ നരകത്തിലേക്ക് ആരാണ് പോകുന്നതെന്ന് പറയാതെ അംസക ജിബ്രീൽ ഹയാ മിൻ റസൂലില്ലാഹ് മുത്തുനബിയോട് പറയാതെ ജിബ്രീൽ അങ്ങ് പിടിച്ചു വെച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, 7ാമത്തെ കവാടത്തിലൂടെ നരകത്തിൽ പോകുന്നത് ആരാണ് ജിബ്രീൽ? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അറിഞ്ഞത്, ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക്കല്ലദീന മാതൂ വലം യതൂബൂ യാ റസൂലല്ലാഹ്. അങ്ങയുടെ ഉമ്മത്തിൽ തമ്മാടിത്തരം ചെയ്തു കള്ളുകുടിയനായി വ്യഭിചാരിയായി തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകള്, അവർക്ക് വേണ്ടിയാണ് കത്തിക്കാളുന്ന ഭീകരമായ നാരകീയ ജ്വാലയിലെ 7ാമത്തെ കവാടമെന്ന് ജിബ്രീൽ അങ്ങ് പറഞ്ഞപ്പോഴേക്ക് വാത് കേൾക്കുന്ന പെങ്ങളെ, വാത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, വാത് കേൾക്കുന്ന കാരണവന്മാരെ, ഉമ്മത്തിൽപ്പെട്ട വ്യഭിചാരികളും കള്ളുകുടിയന്മാരും നാളെ നരകത്തിൽ പോകുമെന്ന് കേട്ടപ്പോ ആ റിപ്പോർട്ടിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉമ്മത്തിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് ബോധം കെട്ട് വീണ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു നേതാവിനെ കാണിച്ചു തരും. അനുയായികളോ കുടുംബക്കാരോ സ്വന്തക്കാരോ എല്ലാം നരകത്ത് പോണേ കേട്ടത്. ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക, നിങ്ങളെ ഉമ്മത്തിലെ അഹ്ലുൽ കബായിർ ആരാണ്? അവര് വ്യഭിചാരികള്, കള്ളുടിയന്മാര്, കൊലയാളികൾ. മാത്തു വലം യതൂബു, ഒരു മരിച്ചുപോയി തൗബ ചെയ്തിട്ടില്ല. തൗബ ചെയ്താ പടച്ചവൻ സ്വീകരിച്ചാൽ രക്ഷപ്പെടും. അപ്പൊ തൗബ ചെയ്യാതെ മരിച്ചുപോയ കാരങ്കൂസുകൾക്കാണ് നരകത്തിലെ 7ാമത്തെ വാതിലിൽ നിന്ന് ജിബ്രീൽ അങ്ങോട്ട് പറഞ്ഞപ്പോ ബോധം കെട്ട് വീണ മുത്ത് മുഹമ്മദ് മുസ്തഫ.
ഈ നേതാവിനെ പിടിച്ചോളി പഴക്കൂല, ഈ നേതാവ് കുടുങ്ങിയാൽ കൈയൊഴിക്കൂല. ഏത് നേതാക്കളും നമ്മൾ കുടുങ്ങിയാൽ നമ്മളെ ഉണ്ടാവുള്ളൂ, ഒറ്റൊന്നും രംഗത്തുണ്ടാവൂല. കുറഞ്ഞ ചില ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അനുയായികൾക്ക് ലാത്തി കൊണ്ട് പുറം പൊളിന് അടിയിട്ടുമ്പോഴേ പൊരയില് TV തുറന്നിട്ട് അല്ലെ മൊബൈൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എത്ര അടിയിട്ടെന്ന് എണ്ണുന്ന ആൾക്കാരായിരിക്കും നേതാക്കള്. കുടുങ്ങിയ ആരും ഉണ്ടാവില്ല, കുടുങ്ങിയ ആരും ഉണ്ടാവില്ല. ദുനിയാവിൽ തന്നെ അങ്ങനെ, പിന്നെ ആഖിറത്തിന്റെ കാര്യം പറയണോ? എന്നാ ഈ നേതാവുണ്ടല്ലോ കുടുങ്ങിയ മുഴുവൻ സ്ഥലത്തുണ്ടാവും ശഫാഅത്തിന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വഹാബാക്കൾ മുത്തുനബിയെ ഊറ്റിക്കുടിക്കുകയാണ്. മുഹമ്മദ് എന്ന് പറയുമ്പോൾ കരഞ്ഞിരുന്ന മഹാനാട് ഈ മാസം വിട പറഞ്ഞ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമായ 14-ാം വയസ്സിൽ മുഫ്തിയായ ഹദീസിന്റെ ലക്ഷപ്രഭുവായ അല്ലാഹുവിന്റെ ആരിഫായ മുത്തുനബിയുടെ ആശിഖായ മുഹമ്മദുൽ ഇദ്രീസു ശാഫഈ ലാ തസുബ്ബു ഖുറൈശൻ ഫഇന്ന ആലിമഹാ യംലഉൽ അർള ഇൽമാ. ഖുറൈശികളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. ഈ ഭൂപ്രപഞ്ചം മുഴുവനും ഇൽമിനാൽ നിറക്കുന്ന ഒരു ആലിമ് ഖുറൈശികളിൽ വരാനുണ്ട് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇമാമുന ശാഫഈ തങ്ങളെ കുറിച്ചാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ആ ശാഫി ഇമാമു വഫാത്തായത് റജബിലാണ്. മഹാനായ ഇബ്രാഹിമിന് മുഹമ്മദ് ശാഫി എന്നവർ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അക്തറ സ്വലാത്തൻ മിന ശാഫഈ. റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ഇത്ര കൂടുതൽ ചൊല്ലുന്ന വേറെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഹബീബിന്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിച്ചിരുന്ന മഹാനാട് മുഹമ്മദ് ഇദ്രീസു ശാഫഈ. വലിയ പണ്ഡിതനാണ്, വലിയ ഗ്രന്ഥകാരനാണ്, ഹദീസിന്റെ ലക്ഷപ്രഭുവാണ്. അറബ് ഭാഷയിൽ ഇന്ദ്രജാലം പണിയുന്ന ആളാണ്. ഖുർആന്റെ ഉള്ളും പുറവും തിരിയുന്ന ആളാണ്. രാവും പകലും ഇബാദത്തിൽ ശുഗലാകുന്ന ആളാണ്. ഇൽമിന് ഖിദ്മത്ത് ചെയ്ത ഭാഗ്യവാനാണ്. എന്നിട്ടും ഇമാമുന ശാഫി പാടുമായിരുന്നു, ഫലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി ജഅൽതു റജാഇന വഅഫ്വിക സുല്ലമാ. എന്റെ ഹൃദയം അങ്ങ് കടുത്തു പോയപ്പോൾ, വഴികളൊക്കെ അടഞ്ഞു പോയപ്പോൾ, റബ്ബുൽ ആലമീനേ നിന്റെ മാപ്പിലേക്ക് ഞാനങ്ങ് എന്റെ പ്രതീക്ഷയെ കൊളുത്തി വെച്ചപ്പോൾ എനിക്ക് പിടിച്ചു കയറാനുള്ള ഗോവണിയായി നിന്റെ മാപ്പ് മാറി റബ്ബേ എന്ന് ഇമാമുന ശാഫി പ്രാർത്ഥന വരിയിലൂടെ പാടുകയാണ്. അവരുടെ കൽബ് കടുത്തതല്ല, അവരുടെ വഴികൾ അടഞ്ഞിട്ടില്ല, താഴ്മ കൊണ്ട് പാടിയതാണ്. ആ ഇമാമുന ശാഫി തങ്ങൾ പലപ്പോഴും ഒറ്റക്കിരുന്നു കൊണ്ട് ചൊല്ലിയിരുന്ന കവിതയാണ്, ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അനാല ബിഹിം ശഫാഅ. എനിക്ക് സ്വാലിഹീങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. ലസ്തു മിൻഹും, ഞാൻ അവരിൽ പെട്ടവരല്ല. സുബ്ഹാനല്ലാഹ്. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിയ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച, ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമുള്ള, കൊച്ചുകുട്ടിയാകുന്ന സമയത്ത് പിച്ച വെച്ച് വളരുമ്പോൾ ഖുർആൻ മനഃപ്പാടമാക്കിയ ശാഫി ഇമാം പറയുകയാണ്, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനല്ല, അവരെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവനാണ്. നമ്മളിപ്പോ എന്താ പറയണ്ടേ? നമ്മള് 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് നമുക്ക് തോന്നുകയാണ് നമ്മൾ അമലൊക്കെ തൂക്കിയാൽ മീസാന്റെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മളെ അമൽ ഒരു പ്രാവശ്യമൊന്നും തൂക്കിയാലൊന്നും മതിയാവില്ല, ഒരു 5-8 പ്രാവശ്യം തൂക്കേണ്ടി വരുന്നത് ഇങ്ങനെ തോന്നുകയാണ് നമുക്ക്, അല്ലേ? ശാഫി ഇമാം പറയാണ്, തൊക്കള്ള സമുന്നത സ്ഥാനത്തുള്ള ആത്മീയ ഗോപുരം അവര് പറയാണ്, എനിക്ക് സ്വാലിഹീങ്ങളെ വലിയ ഇഷ്ടാ, പക്ഷെ ഞാൻ അവരിൽ പെട്ട ആളല്ല, അവരെ കൊണ്ട് ശഫാഅത്ത് സിദ്ധിച്ച് സ്വർഗം കിട്ടുന്ന എന്റെ പ്രതീക്ഷ. പടച്ചോനെ, ഇത് അവരുടെ ശിഷ്യനായ അഹമ്മദ് ഹംബൽ അറിഞ്ഞു. ഉസ്താദാണ് ഷാഫി ഇമാം, അഹമ്മദ് ഹംബൽ ഉസ്താദാണ്. അവരറിഞ്ഞു. അപ്പൊ അവര് മറുപടി കത്ത് എഴുതി,
تحب الصالحين وأنت منه لعلي أنال بك الشفاعة. ഇമാമുന ശാഫി എന്നവര് നിങ്ങൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ലസ്തു മിൻഹും എന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ സ്വാലിഹീങ്ങളിൽ പെട്ടവനല്ല എന്ന്. അത് ശരിയല്ല. വഅന്ത മിൻഹും, നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽ മഹാനാണ്. എന്നാൽ ശിഷ്യനായ അഹമ്മദിന്റെ പ്രതീക്ഷ ലഅല്ലി അൻ അനാല ബിക ശഫാഅ, എനിക്ക് നിങ്ങളെ ശഫാഅത്ത് കിട്ടിയിട്ട് രക്ഷപ്പെടുന്നതാണ് എന്റെ പ്രതീക്ഷ. ഇതാണ് ഗുരുവും ശിഷ്യനും, ഇതാണ് ഗുരുവും ശിഷ്യനും. ഇത് പൊട്ടരുത്. നമ്മൾക്ക് ഇങ്ങനെ പാറി പോവാൻ തുടങ്ങുമ്പോ നമുക്ക് തോന്നും ഇപ്പൊ മേലെയാണെന്ന്. പക്ഷേ പട്ടം എത്ര പാറിയാലും അതിന്റെ നൂല് ഒരാളെ കയ്യിൽ കൊടുക്കണേ നല്ലതാണ്. ഈ പട്ട ഉയർത്തിയ ആളുണ്ടാവും, അയാളെ കയ്യിൽ തന്നെ ഉണ്ടായിക്കോട്ടെ നൂലും കൊണ്ട് പാറുകയാണെങ്കിൽ കാറ്റടിച്ചാൽ ഏതെങ്കിലും കുഴിയിൽ പോയി വീഴും. അതുവരെ പാറാൻ കഴിയും. നമുക്ക് തോന്നും ഇപ്പൊ സ്വാതന്ത്ര്യം ഇല്ല, നൂല് പൊട്ടിയിട്ടുണ്ട്, ഇനി എവിടെങ്കിലും പോയി കുഴിയിൽ വീഴും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഗുരുവിന്റെ കയ്യിൽ എത്ര ഉയർന്നാലും നൂല് കൊടുക്കുകയാണ് നല്ലത്. എന്റെ പ്രതീക്ഷ നിങ്ങളെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടാമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ നേരത്തെ ഇരിക്കുന്നത് കൊണ്ട്, നാളെയും മറ്റന്നാളൊക്കെ പ്രഭാഷണം ഇവിടെ തുടരുന്നത് കൊണ്ട്, 11:15 ആയതുകൊണ്ടും എനിക്കൊരു പക്ഷേ ഇനിയും കുറച്ചുകൂടി പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. തുടർന്ന് പ്രഭാഷണമുള്ളത് കൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി ഞാൻ പറയുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ, ശ്രദ്ധ ചെയ്യാതെ, മനസ്സ് പതറാതെ മദീനയുടെ പച്ചക്കുപ്പയെ ഭാവന ചെയ്ത് സ്വലാത്തിന്റെ വണ്ടിയിൽ നമുക്കൊന്ന് സഞ്ചരിച്ച് ഒരു 10 മിനിറ്റ് കൂടി മുത്തുനബിയുടെ ഔന്നത്യം വിളംബരം ചെയ്ത് അത് തവസ്സുലാക്കി പ്രാർത്ഥിച്ച് പിരിയാ. അൽ ഹസൻ തുമ്മൽ ഹുസൈൻ ലിന്നബി റൈഹാനതൻ ഫാത്തിമ ഖുർറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി ഫാത്തിമ ഖുർറത്തു ഐൻ ജദ്ദുഹും സല്ലു അലൈഹി. അല്ലാഹ് 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആളുകൾ നേരത്തെ ഇരിക്കില്ല, അത്ര ഉണ്ടല്ലേ. കുറച്ചുകൂടി പറയണമെന്നാ പറയണേ. നിങ്ങൾ ഇരിക്കുവോ? അത് ഇടക്ക് ഹലോ എന്ന് പറഞ്ഞ് നീച്ചു പോവാ. അത് നമ്പർ ആരും വിളിക്കൊന്നുമില്ല. ഹലോ ഒരു മനുഷ്യനെ വിളിച്ചിട്ടുണ്ടാവില്ല. അല്ല, പെണ്ണുങ്ങൾ നമ്മളെ കാണൂലല്ലോ. പള്ളിക്കാട്ട് കയറി സലാം പറയും പോലല്ലേ. കാണുന്നൊരാണുങ്ങളാണ്. പറഞ്ഞോളെ, പെണ്ണുങ്ങളെ പരിഗണിച്ചോളാം. പറയണ്ടേ? ആ പെണ്ണുങ്ങൾ അവിടെ ഇരുന്നോളൂ, ആണുങ്ങളും ഇരിക്കുവോ? എന്നവർ കുറച്ച് സമയം കൂടി പറയും. ഇരിക്കുവാ, എന്തെങ്കിലും മിണ്ടാത്ത ഇരിക്കുവാ. അള്ളാഹു എവിടെ ഇരുന്ന് നമുക്കൊക്കെ നീ സ്വർഗം പ്രദാനം ചെയ്യണേ അള്ളാഹ്. ഇരിക്കാത്തവർക്ക് സ്വർഗം തരണേ അള്ളാഹ്. തടസ്സങ്ങളെ കൊണ്ട് അർജന്റായിട്ട് നീച്ചു പോയ ആളുകൾക്ക് ഇരുന്ന കൂലി കൊടുക്കണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പെണ്ണുങ്ങൾ ആയിരക്കണക്കിനുണ്ടെന്നാണ് സംഘാടകരെ ചെകിടിൽ പറയുന്നത്. ഉമ്മമാരെ, പെങ്ങന്മാരെ, സ്നേഹവും ബഹുമാനവും ഒക്കെ ട്രാക്ക് മാറി സഞ്ചരിക്കുന്ന കാലമാണ്. മറക്കണ്ട, അള്ളാഹുവിന് കൊടുക്കേണ്ട
കൊടുക്കേണ്ട സ്നേഹമില്ലേ, മുസ്തഫ നബിക്ക് സമർപ്പിക്കേണ്ട പ്രണയമില്ലേ, അത് ഭൗതിക കാമുകനായ കഴുകൻ കൊത്തിയെടുക്കുന്ന കാലമാണ്. ലൈഫെല്ലാം ലീക്കാകുന്ന കാലമാണ്. അതിന് ലൈക്കുകൾ കാരണമാകുന്ന കാലമാണ്. ദുന്യാവിന്റെ വഞ്ചനയുടെ പ്രണയത്തിൽ കുടുങ്ങിക്കുരുങ്ങി ഈമാൻ നഷ്ടപ്പെടുത്തി നരകജ്വാലയിലേക്ക് ഈയാമ്പാറ്റകളായി പാറിപ്പോകാതെ മോളെ, മനസ്സ് തുറന്ന നിന്റെ സ്നേഹത്തിന് കാതോർത്ത് കാത്തിരിക്കുന്ന മനസ്സിന്റെ ഇമ്പമായ കൽബിന്റെ പ്രഭയായ ഈമാനിന്റെ അസ്തിത്വമായ തൗഹീദിന്റെ അടിസ്ഥാനമായ സ്വദറിന്റെ മിസ്ബാഹായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കും മോളെ. ഞാനൊരു ചെറിയ സംഭവം പെണ്ണുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കിസ്റാവിറക്കോ കൈസറും പണിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞേട്ടുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ധീരാവില്ലാളി വീരാ രണകേസരി ഉമർ ഇബ്നുൽ ഖത്താബ്. നൂറൊട്ടകം മിനാമായി പ്രഖ്യാപിക്കപ്പെട്ട സഭാഹാളിൽ നിന്ന് മുത്തുനബിയുടെ ശിരസ്സറുക്കാൻ ഊരിപ്പിടിച്ച കൂർത്തമൂർത്ത വാളുമായി ഓടിപ്പോയ അമീറുൽ മുഅ്മിനീൻ ഇപ്പോൾ കിടക്കുന്നത് മുത്തുനബിയുടെ കാലിന്റെ കീഴെ തലവെച്ചുകൊണ്ടാണ്. അതിലൊരു സൂചനയുണ്ട്, അങ്ങയുടെ തല എനിക്കല്ല നബിയേ, എന്റെ തല അങ്ങയുടെ കാൽക്കലാണ്. യാ റസൂലല്ലാഹ്, ഇന്നത്തെ സദസ്സ് നമുക്ക് സലാത്തിന്റെ മദ്ഹിന്റെ ഒരു ഉത്സവ ഉദ്യാനമാക്കി മാറ്റണേ. ഇതുകൊണ്ട് രോഗങ്ങൾ മാറണേ, കടങ്ങൾ വീടണേ, പ്രയാസങ്ങൾ അകലണേ, ആഫിയത്ത് കിട്ടണേ, ഹൈറായ സമ്പത്ത് കിട്ടണേ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടണേ. അതിനൊരു 3 സ്വലാത്ത് ചൊല്ലണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ തന്നെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു മഹബത്ത്, ഒരു ലഹരി, ഒരു ആനന്ദം, ഒരു ആഹ്ലാദം, ഒരു ആഘോഷം, ഒരു ആരവം. നമ്മുടെ ആരവം മുഹമ്മദ് മുസ്തഫയോ. ഉമർ ഇബ്നുൽ ഖത്താബ് നാട് ഭരിക്കുന്ന കാലമാണ്. പാതിരാവിന്റെ ഉള്ളറയിൽ പരുക്കൻ കുപ്പായമിട്ട് തന്റെ ഭരണീയരിൽ ആരെങ്കിലും തന്റെ അഭാവത്തിൽ കഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ നാട് ചുറ്റിയിരുന്ന മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരിക്കലിങ്ങനെ കറങ്ങുന്ന സമയത്ത് അവിടുത്തെ കർണപുടങ്ങളിലേക്ക് 4 വരി കവിത ഒഴുകിയെത്തുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ ആഖിയാർ ഖദ് കുന്ത ഖവാമൻ ബുകിയൽ അസ്ഹാർ യാ ലൈത ശഅരി വൽ മനായാ അത്വാർ എന്ന് തുടങ്ങുന്ന കവിതയാണ്. ശ്രദ്ധിക്കണേ, വാഹനങ്ങളുടെ ശബ്ദമുണ്ടാകുമ്പോ എനിക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊരു സംശയം വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ സദസ്സില് വലത്തേക്കും ഇടത്തേക്കും തിരിയല്ലേ, പിന്നിലേക്കും മുന്നിലേക്കും തിരിയല്ലേ. മാലിക് ഇമാം ദർസ് നടത്തുന്ന സമയത്ത് ഹദീസിന്റെ ക്ലാസ് പറയുമ്പോ
ഒരു കരിന്തേള് വന്ന് ഇമാം മാലിക് തങ്ങളെ 16 തവണ കുത്തുന്നത് ശിഷ്യന്മാര് കാണുകയാണ്. അവിടുത്തെ ശരീരത്തിന്റെ കളറ് മാറുകയാണ്. മാലിക് ഇമാം അനങ്ങിയില്ല. ശിഷ്യര് ചോദിച്ചു, ഉസ്താദേ കരിന്തേള് കുത്തുന്നത് കണ്ടല്ലോ, അങ്ങയുടെ ശരീരത്തിന്റെ കളറ് മാറുന്നതും കണ്ടല്ലോ, എന്നിട്ടും നിങ്ങൾ അനങ്ങിയില്ല, വേദനയായില്ല ഉസ്താദ്? അപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുമ്പോ ഇളകാൻ എനിക്ക് മടിയാണ്, എണീക്കാൻ എനിക്ക് മടിയാണ്. ആ ഹദീസിന്റെ മജ്ലിസിനെ ബഹുമാനിച്ച് ഞാൻ അനങ്ങാതെ ഇരുന്നതാണ്. അവർക്കൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസിനോടുള്ള ബഹുമാനം എത്രയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് അദബും മഹബത്തും നൽകണേ അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ, ബിന്നബിയിൽ മുസ്തഫ. മാലിക് ഇമാമിന്റെ വീട്ടിലേക്ക് ആളുകൾ സംശയത്തിന് വേണ്ടി വരാറുണ്ട്. ആ സമയത്ത് സേവകനെ പുറത്തേക്ക് വിടും. വന്നത് ഫിഖഹിയായ മസ്അല അന്വേഷിക്കാനാണെങ്കിൽ മാലിക് ഇമാം അങ്ങനെ വന്നുകൊണ്ട് മസ്അല പറയുകയോ ഉള്ളിൽ നിന്ന് എഴുതി കൊടുത്തേക്കുകയോ ചെയ്യുന്നതാണ്. എന്നാൽ വന്ന ആള് ഹദീസ് പഠിക്കാൻ ചോദിക്കാൻ വന്നതാണെന്നറിഞ്ഞാൽ മാലിക് ഇമാം കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് പുതിയ തുണിയും കുപ്പായവും മണിഞ്ഞ് കോട്ടും ധരിച്ച് പ്രൗഢിയുള്ള തലപ്പാവും ധരിച്ച് ഊതും പുകയിപ്പിച്ചിട്ട് കസേരയിൽ വന്നിരുന്ന് വന്നവരോട് ചോദിക്കാൻ പറയുന്നു, എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ ഹദീസിനോടുള്ള ബഹുമാനമാണ്. അവര് മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിലം വിട്ട് കരഞ്ഞിരുന്നവരാണ്. ഇമാമിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സ്വഹാബാക്കളുടെ അവസ്ഥ മഹബത്തിൽ എങ്ങനെയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് രാത്രിയിൽ നടക്കുന്ന സമയത്ത് ഒരു ഉമ്മാം ഇങ്ങനെ കവിത ചൊല്ലുകയാണ്, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ. ഉമ്മമാരെ, പഴയകാല ഉമ്മമാരുടെ അവസ്ഥ ഇതാണ്. അവർ പാതിരാവിലും പാടിയിരുന്ന പാട്ട് മദീനയെ കുറിച്ചാണ്, മഹബത്തിനെ കുറിച്ചാണ്, റസൂലുള്ളാഹിനെ കുറിച്ചാണ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മോസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമി കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. നിങ്ങൾക്ക് ആവേശം പറഞ്ഞ അപ്പ നിർത്തു ഞാന്. അതുകൊണ്ട് കുറച്ച് ഉച്ചത്തിൽ ആവേശത്തോടെ ആണുങ്ങൾ ചൊല്ലി. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ദാഹമൗത്തത് തീർത്തിടും ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊക്കെ പാടിയെന്നതൊക്കെ ഇതുകൊണ്ട് ഗൃഹാന്തരീക്ഷം ധന്യമാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴീ നാട്ടിലൊക്കെ വീടുകളിൽ നിന്ന് പാടാറുണ്ടത് ഉണ്ടോ? അപ്പൊ പല സ്ഥലത്തും ഇതില്ല. ഏടൊക്കെ എടുത്തിച്ചിപ്പോ മൊബൈൽ ഇങ്ങനെ നെക്കിയിട്ട് തൊള്ളയില് പല്ലില്ലാത്ത വെല്ലിമ്മി ഇതിങ്ങനെ തോണ്ടിക്കളിക്കാണ്. ചിരിച്ചും കൊണ്ട് തൊള്ളം കണ്ട് തുറന്ന റബ്ബർ കൊണ്ട് കീറിയ മാതിരിയാണ് ഈ കാലം. എന്നാലും നോട്ടതിമൊന്നും എടുക്കൂല, നോക്കിയിരിക്കാണ്. സുബ്ഹാനല്ലാഹ്. രാത്രിയും പകലും ഇപ്പൊ എല്ലാരും കുറെ നടന്മാരണിക്കണം. മുമ്പ് മമ്മൂട്ടി മോഹൻലാലും മാത്രമായിരുന്നു നടന്മാര്, പിന്നെ കുറച്ച് ആൾക്കാരും. ഇപ്പൊ പ്രായമുള്ള ആൾക്കാരൊക്കെ താടിക്ക് മൈലാഞ്ചിട്ടിട്ട് തോർത്തുണ്ടും ചുറ്റിട്ട് ഇറങ്ങണ നടനാവാണ്. ഓരോരുത്തരും സിനിമയും കോമാളിയും.
അതിനൊക്കെ അനുസരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞിട്ടാണ്ട് ഇറങ്ങുക. എന്നിട്ട് കാരണന്മാരടക്കത് തുറക്കുക. എന്നിട്ട് ഈ എല്ലാ പിരാന്തും കണ്ട അങ്ങനെ സമയം കഴിക്കും. അതിനിടക്ക് അച്ചാ കുറിച്ച് മരിക്കും ചെയ്യാം. ഇതിനാണോ ജീവിതം? ഇതിനാണോ ജീവിതം? ഈ ബലാല് നിയന്ത്രിക്കണേ. മൊബൈൽ എന്ന ബലാല് ബലാല മൊബൈല് മുതഅല്ലിമേ കലാം ലാഭിച്ചിടോ മുതകല്ലിമേ. ബലാല മൊബൈല് മുതഅല്ലിമേ കലാം ലാഭിച്ചിടോ മുതകല്ലിമേ. നെറ്റ്വർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നോട്ടമില്ല നടപടി എങ്ങോട്ടെന്നേ. നിന്നും ഇരുന്നും കിടന്നും നാം നോക്കുന്നേ നന്മാനാശത്തിലായി കലാശിക്കുന്നേ. നിന്നും ഇരുന്നും കിടന്നും നാം നോക്കുന്നേ നന്മാനാശത്തിലായി കലാശിക്കുന്നേ. ബലാല മൊബൈല് മുതഅല്ലിമേ കലാം ലാഭിച്ചിടോ മുതകല്ലിമേ. ഈ സാധനം കൊണ്ട് നാളെ ഒരുപാട് ആളുകൾ നരകത്തിൽ പോകുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ സ്വർഗത്തിൽ പോകുമ്പോൾ മൊബൈൽ സ്വർഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതിന് ജീവിത ജാഗ്രത വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ പറഞ്ഞ ചരിത്രത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മഹാനരായ രണ്ടാം സഹാബിയായ ഇന്നലീ വസീറൈനി ഫിസ്സമാ വവസീറൈനി ഫിൽ അർളി വഅമ്മല്ലദാനി ഫിസ്സമാഇ ഫജിബ്രീലു മീകാഈൽ വഅമ്മല്ലദാനി ഫിൽ അർളി ഫഅബൂബക്കറിൻ വഉമറു. എനിക്ക് ആകാശത്ത് രണ്ട് മന്ത്രിമാരുണ്ട്, ഭൂമിയിലും രണ്ട് മന്ത്രിമാരുണ്ട്. ആകാശ ലോകത്ത് രണ്ട് മന്ത്രിമാര്, അത് ജിബ്രീലും മീകായിലുമാണ്. ഭൂമിയിലെ എന്റെ രണ്ട് മന്ത്രിമാര്, അത് അബൂബക്കറും എന്റെ ഉമറുമാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് പാതിരാവിൽ പരിക്കം കുപ്പായിട്ട് തന്റെ ഭരണീയര് തന്റെ അഭാവത്തിൽ കഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ മദീന കറങ്ങുന്ന സമയത്ത് അതാ ശ്രവണപുടങ്ങളിലേക്ക് കർണപുടങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരു ഉമ്മാമാന്റെ പാട്ടാണ്. പാട്ടിലെ പ്രമേയം മുഹമ്മദുർ റസൂലുള്ളാഹ്. മൗലിദ് ഒന്നും ഇന്നലെ തുടങ്ങിയല്ല, അന്നെ ഉണ്ട്. ഇനി ഇത് ഏത് കിതാബിലാന്ന് നോക്കണ്ട. ഇമാം ഖാളിയാളിന്റെ അശിഫ എന്നുള്ള കിതാബ് എടുത്ത് നോക്ക്, അതിലുണ്ടാവില്ല. ഇത് ഏതെങ്കിലും സൈഡിൽ നിർത്ത് പറയല്ല. മൗലിദ് ഇത് മൗലിദ് അല്ലെങ്കിൽ എന്താ മൗലിദ്? ഇത് മൗലിദല്ലേ? പാതിരാവിൽ ഉറപ്പുവെച്ചിട്ട് റസൂലുള്ളാഹിനെ പാടി കരയാ ഉമ്മ. സുബ്ഹാനല്ലാഹ്. നമ്മളമ്മമാർക്കൊക്കെ അല്ലാഹു അതിന് ഭാഗ്യം കൊടുക്കട്ടെ. ഇത് ഉമ്മുൽ ഖത്താബിന്റെ ചവിട്ടിൽ ഇങ്ങനെ കേട്ടപ്പോ അള്ളാഹിന്റെ റസൂല് വേർപിരിഞ്ഞിട്ട് ആ വേർപാടിന്റെ മുറി ഉണങ്ങിയിട്ടില്ല. പക്ഷെ ഇതുകൊണ്ട് കേട്ടപ്പോ ഖത്താബ് നിയന്ത്രണം വിട്ട് കരയാണ്. റസൂലുള്ളാഹിന്റെ പേരെങ്ങനെയാണ്? ഇത്തിബാ ചെയ്യാൻ മാത്രമുള്ള ആളല്ല, മുത്തബ ആണ്, മെഹബൂബുമാണ് മുഹമ്മദ് മുസ്തഫ. മുത്തബ ആണ്, മഅശൂഖുമാണ് മുഹമ്മദ് മുസ്തഫ. ജുനൂദുൽ മഹബ്ബയാണ് അസ്ഹാബു മുഹമ്മദ്. പ്രണയത്തിന്റെ പട്ടാളമാണ് അസ്ഹാബു മുഹമ്മദ്. أيد الدين بقوم قادة وسادة هاجروا وجاهدوا نصروا للملة هؤلاء القوم صحب الحاشمي المصطفى عنهم دوما رضاء الله رب العزة لا إله إلا الله لا إله إلا الله. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കർണപുടങ്ങളിലേക്ക് മന്ദമാരുതന്റെ അകമ്പടിയോടെ റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ ബൈത്തുകൾ അതാ ഒഴുകിയെത്തുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ല അലൈക്കൽ മുസ്തഫൗനൽ അഖ്യാർ. ഇതിങ്ങനെ കേട്ടപ്പോൾ
ഉണർവിലും ഉറക്കിലും നിലവിലും കനവിലും മുത്തുനബിയെ കണ്ട് മുത്തുനബിയെ ഓർത്ത് കരയുകയും മുത്തുനബിയുടെ ഓർമ്മയിൽ പാതിരാവിൽ വിതുമ്പുകയും ചെയ്യുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് നിയന്ത്രണം വിട്ട് കരയുകയാണ്. വിദഗ്ധാണെന്ന് പറഞ്ഞില്ല, ശിർക്കാണെന്ന് മുദ്രകുത്തിയില്ല. പാതിരാവിൽ റസൂലുള്ളാഹിനെ ഓർത്ത് പാടിക്കരയുന്ന ഈ ഉമ്മാമാന മദീനയിൽ നിന്ന് ഒരു ദുരാചാരം തുടങ്ങി വെക്കുകയാണ്. അതുകൊണ്ട് ചാട്ടവാറടി കൊടുത്ത് പുറത്താക്കണമെന്ന് പറഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ട് ഉമർ പൊട്ടി പൊട്ടി കരയുകയാണ്. ഈ പാട്ട് കേട്ട വീട്ടിലേക്ക് ലക്ഷ്യമായി നീങ്ങുകയാണ്. അടുത്തെത്തിയപ്പോൾ സുന്ദരമായി കേൾക്കുകയാണ്, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖിയാർ. പാട്ട് കേട്ട് ഞെട്ടിത്തെറിച്ച ഉമർ പൊട്ടി പൊട്ടി കരഞ്ഞ് നിലത്തങ്ങ് വീഴുകയാ. ആ വീടിന്റെ കതകിന് മുട്ടുകയാ. ഇഷ്കിന്റെ ആധിക്യം കൊണ്ട് അറിയാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് വാതിൽ തുറന്നപ്പോൾ ഒരു ഉമ്മാമയാണ് പാതിരാവിൽ ഈത്തപ്പന ഓല കൊണ്ട് പായ നെയ്തുണ്ടാക്കുകയാണ്. ഈത്തപ്പന ഓല കൊണ്ട് പായ നെയ്തുണ്ടാക്കുന്ന സമയത്ത് മെഹബൂബായ മുത്തുനബിയെ ഓർത്തുകൊണ്ട് മത് പാടുന്ന ഉമ്മയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. തന്റെ വീടിന്റെ പുറത്ത് വാവിട്ട് കരഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞ് നിലത്തിരിക്കുന്നത് കണ്ട് ഉമ്മാമ ഞെട്ടിത്തെറിക്കുകയാ. ഉമറേ, ഈ സമയത്ത് എന്റെ വാതിൽ പിടിച്ച് കരയുന്നത് എന്തിനാണ്? നിയന്ത്രണം വിട്ട് കരയുന്ന അമീറുൽ മുഅ്മിനീൻ പറയുന്നു, ഉമ്മാ, നിങ്ങളിപ്പോൾ പാടിയിരുന്ന ആ പാട്ട് ഒന്നുകൂടെ പാടുമോ ഉമ്മാ? തള്ളങ്ങനെ പാടിക്കൊടുത്തു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖിയാർ ഖദ് കുന്ത ഖവാമൻ ബഖിയൽ അസ്ഹാർ യാ ലൈത ശഅരി വൽ മനായാ അത്വാർ ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. റസൂലുള്ളാഹിന്റെ മാത്തുമൊക്കെ പറഞ്ഞ് ഹബീബ് പാതിരാവിൽ കാലിലേക്ക് നീരിറങ്ങുമാറ് നിസ്കരിച്ച കഥകളൊക്കെ ഓർത്ത്, പാതിരാവിൽ ഉമ്മത്തിനെ ഓർത്ത് പൊട്ടി പൊട്ടി കരഞ്ഞതും ഓർത്ത്, അവസാനം ഹബീബിന്റെ മദ്ഹിങ്ങനെ വിളംബരം ചെയ്ത് ഈ ഉമ്മാമ അത് തവസ്സുലാക്കി എന്നോണം ഒരൊറ്റ ദുആയാണ്, ഹൽ തജ്മഊനി വഹബീബി അദ്ദാർ. റബ്ബിലേക്ക് കൽബ് മുറിഞ്ഞു വീണുകൊണ്ടൊരു ദുആയാണ്, അല്ലാഹ് നീ എന്നെയും എന്റെ ഹബീബിനെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടൂലേ റബ്ബേ, ഒരുമിച്ച് കൂട്ടണേ എന്ന അർത്ഥത്തിൽ അങ്ങ് പാടിയപ്പോ നിയന്ത്രണം വിട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ഈ ഉമ്മാമയോട് പറയുകയാണ്, ഉമ്മാ അദ്ഖിലീനി മഅകുമാ ഫിൽ ജന്ന. നിങ്ങളും നിങ്ങളുടെ ഹബീബായ എന്റെ നേതാവായ മുത്തുനബിയോ നാളെ അങ്ങ് സ്വർഗത്തിൽ പോകുമ്പോൾ ഈ പാവപ്പെട്ട ഉമറിനെയോ ഒന്ന് ചേർത്തിത്തരുമോ, എനിക്ക് വേണ്ടിയും കൂടെ ദുആ ചെയ്യുമോ എന്ന അർത്ഥത്തിൽ ആലങ്കാരികമായി പറയുകയാണ്. കേട്ടവാടേ കവയത്രിയായ ഉമ്മ കൂട്ടിച്ചേർക്കുകയാണ്, ഹൽ തജ്മഊനി വഹബീബി അദ്ദാർ വഉമറ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. അല്ലാഹ് നാളെ പാലാറ് വിഞ്ഞാറ് തേനാറ് കളകളാരവും മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തില് എന്നെ ഹബീബിന്റെ കൂടെ ചേർക്കുമ്പോൾ
ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് പാതിരാവിനെ പകലാക്കി പൊട്ടിക്കരയുന്ന ഉമറിനെയും കൂടെ ചേർത്തി തരണേ അല്ലാ. ഉമ്മമാരെ, രക്ഷപ്പെടാനുള്ള ഉത്കൃഷ്ടമായ സുഹൃതമാണ് മഹബത്ത്. രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയുള്ള വിഭവമാണ് സ്വലാത്ത്. രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് മദ്ഹ്. അതുകൊണ്ട് ആഖിർ സമാനാണ്. ദുനിയാവും ആഖിറവും പരാജയപ്പെടുന്ന കാലമാണ്. ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതുമായ ദുരന്തങ്ങൾ ദിനം പ്രതി അധികരിച്ച് വിചിത്രമായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വാദ് പറയുമ്പോ കേൾക്കുമ്പോ ഫലസ്തീനിൽ ഇപ്പോഴും നിരപരാധികൾ വേട്ടയാടപ്പെടുകയോ ചുട്ടി ചാമ്പലാക്കപ്പെടുകയും ചെയ്യുകയാണ്. ലഹരി നൃത്തമാടുകയാണ്. സെക്സിന്റെ ആറാട്ട് നടക്കുകയാണ്. കൊലയാളികൾ അതാ കയ്യും വീശി നടക്കുകയാണ്. മാന്യത നഷ്ടപ്പെട്ട കാലമാണ്. ബഹുമാനം തിരോഭവിച്ച കാലമാണ്. ഉമ്മാ, ദജ്ജാല് വരാന് കാലം വിദൂരമല്ല. രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കിക്കോ. ആ വഴികളാണ് എണ്ണി പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ഉമ്മമാരില്ലാരും പെങ്ങന്മാരിലും ചെറുപ്പക്കാരിലും റജബ് മാസം എന്നോട് നിങ്ങളോട് ഞാൻ പറയട്ടെ, ഫറളായ നിസ്കാരം ഖളാഅക്കല്ല മോനെ. അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിലോ സൽക്കാരത്തിന്റെ പേരിലാണെങ്കിലോ കുറ്റൂസയുടെ കുടിരിക്കലിന്റെ പേരിലാണെങ്കിലോ യാത്രയുടെ പേരിലാണെങ്കിലോ ഫറളായ നിസ്കാരം തിരസ്കരിച്ചാൽ ഖളാക്കിയവര് തന്നെ ഒറ്റ വഖത്ത് ഖളാക്കിയതിന്റെ പേരില് 80 കൊല്ലം നരകത്തിൽ കിടക്കേണ്ടി വരുമേ. ഒരു മൈക്രോ സെക്കൻഡ് നാരകീയ തീച്ചൂള സഹിക്കാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് കല്യാണത്തിന്റെ പേരിലോ മറ്റേത് തിരക്കിന്റെ പേരിലോ ഫർദ് നിസ്കാരം ഖളായി പോകുന്നത് ശ്രദ്ധിക്കണേ ഉമ്മ. പുറത്തിറങ്ങുമ്പോൾ ഔറത്ത് മറക്കണേ. അറിയില്ലേ, മുത്തുനബിയുടെ കരളിന്റെ കഷ്ടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അലിയാരുടെ സഹധർമ്മിണിയായ മുത്ത് ഹബീബിന്റെ പുത്രിയായ അഹ്ലുബൈത്തിന്റെ അച്യുതണ്ടായ സ്വർഗീയ സ്ത്രീരത്നങ്ങളുടെ നായികയായ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ അലിയാരോട് പറയുകയാണ്, അലിയേ, ഞാൻ വഫാത്തായാൽ എന്നെ നിങ്ങൾ രാത്രിയിൽ തന്നെ മറവ് ചെയ്തോ, പകലിലേക്ക് നീട്ടിവെക്കണ്ട. അലിയാര് ചോദിച്ചു, എന്താണ് ഫാത്തിമ, പകലിൽ നിങ്ങൾ എന്നെ താങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ കഫൻ ചെയ്തത് കൊണ്ട് എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ജനങ്ങൾ അറിയും, എന്റെ കളറും എന്റെ ഭംഗിയും ആളുകൾ അറിയില്ലെങ്കിലോ അറിയാതെ യാദൃശികമായി ആരുടെയെങ്കിലും കണ്ണ് ഈ ഫാത്തിമാന്റെ മയ്യത്തിൽ പതിഞ്ഞാൽ ഞാൻ എത്രയാണ് നീളമുള്ളത്, എത്രയാണ് ഹൈറ്റ് ഉള്ളത് എന്ന് അറിയാതെ നോക്കുന്നവരുടെ കണ്ണിൽ പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. ജീവിതകാലത്തെല്ലാം മയ്യത്തായ സമയത്തുള്ള കാര്യമാണ് ജീവിതകാലത്ത് ഓർത്ത് പറയുന്നത്. ആ ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് സ്ത്രീകളെ നയിക്കുമ്പോ നിന്റെ ചങ്ക് പുറത്താണെങ്കിൽ, ചുണ്ട് പുറത്താണെങ്കിൽ, വയറ് പുറത്താണെങ്കിൽ, കൈത്തണ്ട പുറത്താണെങ്കിൽ, മുടിനാര് പുറത്താണെങ്കിൽ, കാലുകൾ പുറത്താണെങ്കിൽ ഈ ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിന്റെ കണി കാണുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങല്ലേ. ചെറുപ്പക്കാരെ, ലഹരിയുമായി നീങ്ങല്ലേ. من أطعم لشارب الخمر لقما سلط الله على جسده حية وعقربا. ലഹരിയുമായി ഇടപെട്ടവന് ഒരു പിടി ചോറ് കൊടുത്താൽ, ഒരു പൊറാട്ട കൊടുത്താൽ, ഒരു പിട്ടിന്റെ കഷ്ണം കൊടുത്താൽ, ഇത് കള്ള് കുടിക്കുന്നവനെ കുറിച്ച്, ഇത് MDMA ഉപയോഗിക്കുന്നവനെ കുറിച്ചല്ല പറയുന്നത്. അവന് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മയെ കുറിച്ച്, വാപ്പയെ കുറിച്ച്, സുഹൃത്തിനെ കുറിച്ച് മുത്തനബി പറയുകയാണ്. കള്ള് കുടിക്കുന്നത് കുടിക്കുകയാണെങ്കിലും വലിക്കുകയാണെങ്കിലോ ശ്വസിക്കുകയാണെങ്കിലും കുത്തിവെക്കുകയാണെങ്കിലും
കാണുകയാണെങ്കിലും മണക്കുകയാണെങ്കിലോ വെക്കുകയാണെങ്കിലും എല്ലാം ഇതിൽ പെട്ടതാണ്. അങ്ങനെയുള്ള കള്ളുകുടിയന് വെള്ളം കൊടുത്താൽ, അന്നം കൊടുത്താൽ ആ മനുഷ്യൻ ഖബറിലെത്തിയാൽ അവന് നാളെ ഖബറില് വിഷത്തേളുകളും പാമ്പുകളും അവന്റെ ശരീരത്തിൽ ഭരണം നടത്തുമേ. നബിയുനാ റസൂലുള്ളാഹി കള്ളുകുടിയന്മാർക്ക് കത്തിക്കാളുന്ന ബീഭത്സകമായ നരകത്തിൽ പടച്ചവന് കുടിക്കാൻ കൊടുക്കുന്നത് തീനത്തുൽ ഖബാൽ എന്ന ചീജലമാണ്. ദുർഗന്ധമുള്ള കളറുള്ള, കറുത്ത കളറുള്ള ഒരു നിലയിൽ അബൂജാഹിൽ, ഉത്ബത്ത്, ശൈബത്ത് പോലെയുള്ള ധിക്കാരികളുടെ ശരീരങ്ങൾ പൊളിഞ്ഞ് പുറത്തേക്ക് ദുർഗന്ധത്തോടെ ചീറ്റുന്ന ചീഞ്ചലമാണ് കള്ളുകുടിയന് നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ലഹരിയുമായി ബന്ധപ്പെടല്ലേ ചെറുപ്പക്കാരാ. ഇത് പെണ്ണുങ്ങളോടും പറയേണ്ട കാലമാണ്. ഈടടുത്ത് നിങ്ങൾ വാർത്തയിൽ കേട്ടില്ലേ, മൊബൈലിൽ കണ്ടില്ലേ, പർദ്ദ ധരിച്ച ഒരു പെണ്ണ് ലഹരി മൂക്കറ്റം അടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നാഭിക്ക് ചവിട്ടിയത് കറുത്ത പർദ്ദ ധരിച്ചുകൊണ്ടാണ്. പെങ്ങളെ, മൂക്കിൽ പഞ്ഞി വരുമെന്നത് മറക്കണ്ട. പർദ്ദകൾ ഊരിയെടുത്ത്, ബ്ലൗസുകൾ അഴിച്ചെടുത്ത്, ആഭരണങ്ങൾ വലിച്ചൂരി മയ്യത്തും കുളിപ്പിച്ചുകൊണ്ട് മൂക്കിൽ പഞ്ഞി വെച്ച് കഫൻ തുണിയിൽ പൊതിഞ്ഞ് ഒരു അരയുടുപ്പും ധരിപ്പിച്ച് ഒരു നിസ്കാര കുപ്പായം മാറ്റിച്ച് ഒരു മൊക്കനെയും ധരിപ്പിച്ച് ആറുകാലുള്ള കട്ടിലായ മയ്യത്ത് കട്ടിലേറ്റി ഭർത്താവോ വാപ്പയോ മക്കളോ തോളിലേറ്റി അതാ കബറാകുന്ന ആരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട മണ്ണറയാകുന്ന ഭീകരമായ അറയിലേക്ക് മാറ്റപ്പെടുന്ന രംഗം മറക്കണ്ട. അതുകൊണ്ട് പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, അള്ളാനെ പേടിച്ച് ഭയപ്പെട്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ഉള്ള കാലം ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തയ്യാറാകണേ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. നബിയിൽ മുസ്തഫ